ഇസ്രയേലിൽ സമയം 6 മണി. ദീർഘദൂര ഹൈ റെസിഷൻ മിസൈലുകൾ ഘടിപ്പിച്ച നിരവധി യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നു. സിഐയുടെയും ഇസ്രയേലി ഇന്റലിജൻസിന്റെയും കണക്കനുസരിച്ച് ഇറാന്റെ നേതൃത്വത്തിലെ ഒരു പ്രധാന ഭാഗം ത്രാനിലെ ഒരു കോമ്പൗണ്ടിൽ ഒത്തുകൂടി. അവരിൽ ഒരാളാണ് രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അൽ ഖമേനി. ജെറ്റുകൾ പറന്നുയർന്ന 2 മണിക്കൂറും 5 മിനിറ്റും കഴിഞ്ഞ് ഇസ്രയേലി മിസൈലുകൾ കോമ്പൗണ്ടിൽ പതിച്ചു. ഇറാനെതിരായ ഇസ്രയേലിന്റെയും യുഎസിന്റെയും ആക്രമണങ്ങൾ ഇങ്ങനെയാണ് പുറത്തു വന്നത്. രാജ്യത്തിന്റെ നേതാവ് എങ്ങനെ കൊല്ലപ്പെട്ടു? അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ വീഡിയോ പ്രദർശിപ്പിക്കുമ്പോഴും പുതിയ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കാം. യുഎസിനും ഇസ്രയേലിനും ഇറാനും സംഘർഷങ്ങളുടെ ഒരു നീണ്ട ചരിത്രമുണ്ട്. 1979 വരെ ഷാ മുഹമ്മദ് റസെ ഭരിച്ചിരുന്ന ഒരു സ്വേച്ഛാധിപത്യ രാജവാഴ്ചയായിരുന്നു ഇറാൻ. അദ്ദേഹത്തെ യുഎസ് പിന്തുണച്ചിരുന്നു. ഇറാനിയൻ വിപ്ലവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടപ്പോൾ ആയത്ത റൗൽ ഖമേനി രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചു. ഇറാനെ ഇസ്ലാമിക നിയമം ഭരിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. ഷായുടെ മുൻ പാശ്ചാത്യ അനുകൂല നിലപാട് ഖമേനി ഉപേക്ഷിച്ചു. യുഎസും അവരുടെ അടുത്ത സഖ്യകക്ഷിയുമായ ഇസ്രയേലും ബദ്ധവൈരികളായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഇസ്രയേലിനോടുള്ള എതിർപ്പ് തന്ത്രപരമായും പ്രത്യയശാസ്ത്രപരമായും ലക്ഷ്യമായി മാറി. 1989 റുഹലാഹിനി മരിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അൽ ഖമേനി എന്ന പുരോഹിതൻ അധികാരത്തിൽ വന്നു. അദ്ദേഹം വളരെ വേഗത്തിൽ പദവികളിലൂടെ ഉയർന്നു വന്ന് രാജ്യത്തിൻ്റെ മതനേതൃത്വത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായി മാറി. കാലക്രമേണ ഇറാനും ഇസ്രയേലും യുഎസും ആവർത്തിച്ച് സംഘർഷങ്ങളിൽ ഏർപ്പെട്ടു. ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. മേഖലയിലെ ഇസ്രയേൽ വിരുദ്ധ സായുധ സംഘടനകളുടെ പ്രധാന ധനസഹായിയായി ഇറാൻ മാറി. 2002 2 രഹസ്യ സ്ഥലങ്ങളിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്നുണ്ടെന്ന് കരുതി. അത് കണ്ടെത്തുകയും ചെയ്തു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവ റിയാക്ടറുകൾക്കോ ആണവായുധങ്ങൾക്കോ ഉപയോഗിക്കാം. യുഎസിനും സഖ്യകക്ഷികൾക്കും കുറച്ചു കാലമായി ഈ ഭയം ഉണ്ടായിരുന്നു. ആണവായുധങ്ങൾ പിന്തുടരുന്നതായി ആരോപിക്കപ്പെടുന്ന കാര്യം ഇറാൻ പലതവണ നിഷേധിച്ചിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങളിലൂടെയും പ്രധാന ശാസ്ത്രജ്ഞരെ വധിച്ചും പ്രത്യേക യുഎസിൻ്റെ കാര്യത്തിൽ നയതന്ത്രത്തിലൂടെയും ആണവ പദ്ധതി നിർത്താൻ യുഎസും ഇസ്രയേലും നിരവധി ശ്രമങ്ങൾ നടത്തുന്നു. 2015 ഒബാമ ഭരണകൂടവും ഇറാൻ ഭരണകൂടവും ഒരു ആണവ കരാറിൽ ഏർപ്പെട്ടു. Under the nuclear deal that we, our allies and partners, reached with Iran last year, Iran will not get its hands. Again, we're seeing what's possible with strong American diplomacy. Under the nuclear deal that we, our allies and partners, reached with Iran last year, Iran will not get its hands. എന്നിരുന്നാലും 2018 പ്രസിഡന്റ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറി. The fact is, this was a horrible one-sided deal that should have never. അതിനുശേഷം ബന്ധങ്ങൾ വഷളായി. 2025 പുതിയ ചർച്ചകൾക്കിടയിൽ ഇസ്രയേലും യുഎസും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാനിൽ വ്യോമാക്രമണം നടത്തി. 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. അതേ വർഷം ഇറാൻ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. കറൻസി തകർന്നു. ഭക്ഷ്യവില കുതിച്ചുയർന്നു. ആളുകൾ നിരാശരായി. 2025 അവസാനത്തോടെ രാജ്യത്തുടനീളം ബഹുജന പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സമാധാനപരമായ പ്രതിഷേധക്കാരും കലാപകാരികളും ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അന്ത്യത്തിനായി ആഹ്വാനം ചെയ്തു. സഹായം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇറാനിയൻ ജനതയുടെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. എന്നാൽ ഭരണകൂടം പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി. അത് രാജ്യത്തുടനീളമുള്ള ഇൻ്റർനെറ്റ് അടച്ചുപൂട്ടി. ദിവസങ്ങളോളം ഒരു വാർത്ത പോലും പുറത്തു വന്നില്ല. ഒടുവിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. 50,000 പേർ അറസ്റ്റിലായതായി റിപ്പോർട്ടുണ്ട്. ട്രംപ് ഇറാനെ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയതോടെ യുഎസ് മേഖലയിൽ സൈന്യത്തെ കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ഫെബ്രുവരി 26 വ്യാഴാഴ്ച ജനീവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അവസാനഘട്ട നയതന്ത്ര ശ്രമം നടന്നു. ഫലമുണ്ടായില്ല. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ 9:40 ഇറാന്റെ തലസ്ഥാനമായ ത്രാനിൽ, ഈ സർക്കാർ കോമ്പൗണ്ട് ഹെർസ്ക്വയറിൽ നിന്നും വളരെ അകലെയല്ല, ഇറാനിയൻ പ്രസിഡൻസി, ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ, സുപ്രീം ലീഡർ എന്നിവരുടെ ഓഫീസുകളും ഇവിടെയുണ്ട്. 2025 മുതൽ ആയത്തുള്ള ഖമീനിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ എങ്ങനെ ആശയവിനിമയം നടത്തുകയും നീങ്ങുകയും ചെയ്യുന്നുവെന്ന് യുഎസ് വ്യക്തമായ ഉൾക്കാഴ്ചകൾ നേടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. മാസങ്ങളായി CIA ഖമേനിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നു.
അവർ അദ്ദേഹത്തിൻ്റെ സ്ഥലം മാപ്പ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ രീതികൾ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് എവിടെയുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് സ്ഥലത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കി. യുഎസും ഇസ്രായേലും ആദ്യം രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അവർ അവരുടെ ആക്രമണ സമയം മാറ്റിയെന്ന റിപ്പോർട്ടുണ്ട്. പെട്ടെന്ന് ഇസ്രായേലി മിസൈലുകൾ കെട്ടിടങ്ങളിൽ പതിച്ചു. ആഘാതത്തിൽ നിരവധി ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവയിലൊന്നിലുണ്ടായിരുന്നു. സുപ്രീം ലീഡർ ഖമനി മറ്റൊന്നിലുണ്ടെന്നായി റിപ്പോർട്ടുണ്ട്. തുടർന്ന് കെട്ടിടങ്ങൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. കറുത്ത പുകയുയരുന്നു. ഇവ രേഖപ്പെടുത്തിയിരിക്കുന്ന ജിയോകോൺ സ്ഥിരീകരിച്ച ഫുട്ടേജുകളിൽ കോമ്പൗണ്ടിന്റെ പ്രദേശത്ത് വൻ തോതിൽ പുക ഉയരുന്നതായി കാണിക്കുന്നു. ഇവിടെയും ഒരു ചിത്രം എടുത്തിട്ടുണ്ട്. ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സുവേഡിറ്റ് അബ്ദുൾ റേ മുഹസാവിയും കൊല്ലപ്പെട്ടു. നാഷണൽ ഡിഫൻസ് കൗൺസിൽ തലവൻ അലി ഷാം ഖാനി, IRGCയുടെ കമാൻഡറും മേധാവിയുമായ മുഹമ്മദ് ഫക്പൂർ, പ്രതിരോധ മന്ത്രി അസീസ് നാസർ സാദെ. ഇസ്രായേലി വാർത്തപ്രകാരം ആദ്യ ആക്രമണത്തിൽ അരമിനിറ്റിനുള്ളിൽ ആകെ 30 മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ സിംഹമലർന്ന രീതിയിലും US-ൽ കോപമലർന്ന രീതിയിലും ഓപ്പറേഷൻ നിർത്തിവെച്ചു. മാസങ്ങളായി ആസൂത്രണം ചെയ്തതാണിത്. എന്നിരുന്നാലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പാക്യൻ അതിജീവിച്ചു. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ഭരണത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കുകയും ചെയ്തു. സർക്കാർ കോമ്പൗണ്ടിന് നേരെയുള്ള ആക്രമണം ഓപ്പറേഷൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. അതിനുശേഷം ഇസ്രായേൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധം, പ്രത്യേകിച്ച് ടെഹ്റാനെ ചുറ്റിപ്പറ്റിയുള്ളത്, ഇസ്രായേൽ ഏകദേശം 200 യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും അവരുടെ വ്യോമസേനയുടെ ഭൂരിഭാഗവും ഇറാനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കഴിയുന്നത്ര വേഗത്തിൽ ഇറാനിയൻ മിസൈലുകൾ നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇറാന്റെ നേതൃത്വത്തിനെതിരായ ആക്രമണത്തിനും ഏകദേശം 30 മിനിറ്റിനുള്ളിൽ US ചേരുന്നതായി റിപ്പോർട്ട്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് അവരുടെ ആക്രമണങ്ങൾ പ്രധാനമായും ഇസ്രായേലിൽ നിന്ന് വളരെ അകലെയുള്ള കിഴക്കൻ ഇറാനിലെ ലക്ഷ്യങ്ങളിലാണെന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അവർ ഇറാനിയൻ കപ്പലുകളെയും ആക്രമിക്കുന്നു. US യുദ്ധക്കപ്പലുകൾ ഇറാനിയൻ ലക്ഷ്യങ്ങളിലേക്ക് ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ കരസേന പീരങ്കി, റോക്കറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ടാനിലെ നിരവധി സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾക്ക് ഇരയാകുന്നു. രാജ്യത്തുടനീളമുള്ള ഇറാനിയൻ നഗരങ്ങളിൽ കൂടുതൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സൈനിക നടപടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു വീഡിയോ ട്രംപ് പുറത്തിറക്കുകയും ഇറാനിയൻ ജനതയോട് അവരുടെ സർക്കാർ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ ഏറ്റെടുക്കുക, അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. When we are finished, take over your government. It will. നെതന്യാഹു പിന്നീട് അതുതന്നെ ചെയ്യുന്നു. അവരുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മിനാപ് ഫോഴ്സ് പ്രവിശ്യയിലെ സാർ ടിബെ എലിമെൻ്ററി ഗേൾസ് സ്കൂളിൽ ഒരു വ്യോമാക്രമണം നടന്നു. കുറഞ്ഞത് 175 പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നും അവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്നും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും ഉദ്യോഗസ്ഥരും അവകാശപ്പെട്ടു. ഈ കണക്കുകൾ ഇതുവരെ സ്വതന്ത്രമായി സ്വീകരിച്ചിട്ടില്ല. ന്യൂയോർക്ക് ടൈംസ് പറയുന്നതനുസരിച്ച് സ്കൂൾ ഒരു ഇറാനിയൻ നാവിക താവളത്തിന് സമീപമാണ്. US സെൻട്രൽ കമാൻഡ് സ്ട്രൈക്കിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ഇറാൻ ഓപ്പറേഷൻ 2 പ്രോമിസ് 4 ആരംഭിക്കുകയും പ്രതികാര ആക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിനുടനീളമുള്ള ഡസൻ കണക്കിന് സ്ഥലങ്ങളിൽ എണ്ണമറ്റ മിസൈലുകൾ തൊടുത്തുവിടുന്നു. ഇസ്രായേലിന് നേരെ മാത്രം 200-ലധികം മിസൈലുകൾ തൊടുത്തുവിടുന്നു. ഇറാനോട് ഐക്യദാർഢ്യമുള്ള ചെങ്കടലിലെ കപ്പൽ പാതകൾ ആക്രമിക്കുന്നത് പുനരാരംഭിക്കുമെന്ന് യമനിലെ ഹൂത്തികൾ പ്രഖ്യാപിച്ചു. 2025 ഗാസ വെടിനിർത്തലിനെ തുടർന്ന് 3.5 മാസത്തെ താൽക്കാലിക വിരാമം ഇത് ഫലപ്രദമായി അവസാനിപ്പിക്കുന്നു. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ ഉർബലിലേക്ക് നീങ്ങിയ നിരവധി ഡ്രോണുകളും മിസൈലുകളും US നേതൃത്വത്തിലുള്ള സഖ്യസേന തടഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ആളപായമില്ല. US സൈനികർ തമ്പടിച്ചിരുന്ന അറബൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സ്ഫോടനങ്ങൾ നടന്നതായി നിരവധി വാർത്താ ഏജൻസികൾ പിന്നോട് റിപ്പോർട്ട് ചെയ്തു. അന്ന് ഉച്ച കഴിഞ്ഞ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ഇറാനിയൻ ഡ്രോൺ ഇടിച്ചു കയറി. ടെർമിനൽ 3 ആക്രമിക്കുകയും UAE വ്യോമാതിർത്തി ഫലപ്രദമായി അടയ്ക്കുകയും ചെയ്തു. ബുഷ് എൽ അറബ്, ഫെയർമോൺ ദി പാം പോലുള്ള നിരവധി ആഡംബര ഹോട്ടലുകൾക്ക് തീയിട്ടു. അത് നേരിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലമാണോ അതോ തീപിടുത്തത്തിന് കാരണമായത് തടഞ്ഞ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ മൂലമാണോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇറാൻ ലക്ഷ്യമിട്ട ഒരേ ഒരു രാജ്യം UAE മാത്രമല്ല. ബഹ്റിനിൽ US നാവികസേനയുടെ 5ാം കപ്പൽ ആസ്ഥാനത്ത് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. ഇറാനിയൻ ഷഹാദ് ഡ്രോൺ ഒരു ടവർ ബ്ലോക്കിൽ ഇടിക്കുന്നതായി ദൃശ്യങ്ങൾ കാണിക്കുന്നു. ഖത്തറിൽ രാജ്യത്തിനു നേരെ 66 ബാലിസ്റ്റിക് മിസൈലുകൾ തൊട്ടടുത്ത് വിട്ടതായി ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു. അവശിഷ്ടങ്ങൾ
കുറഞ്ഞത് 8 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. സൗദി അറേബ്യയിൽ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തെ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യമിടുന്നു. അവ വിജയകരമായി തടഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ജോർദാനിൽ രാജ്യത്തുടനീളമുള്ള പ്രധാന US സൈനിക താവളത്തിലേക്ക് 49 ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും തടഞ്ഞു നിർത്തി തകർത്തതായി സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നു. കുവൈറ്റിൽ ഇറാനിയൻ ഡ്രോണുകൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 2 പാസഞ്ചർ ടെർമിനലുകൾ ആക്രമണം നടത്തി. സിറിയയിൽ ഇറാനിയൻ്റെ മിസൈൽ അവശിഷ്ടങ്ങൾ കുറഞ്ഞത് 4 സാധാരണക്കാരെ കൊല്ലുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പ്രതികരിക്കാനുള്ള അവകാശം തങ്ങൾക്കുമുണ്ടെന്ന് കാട്ടാനും സൗദി അറേബ്യയും പ്രഖ്യാപിച്ചു. ഇറാന്റെ ആക്രമണങ്ങളെ അറബ് ലീഗ് അപലപിക്കുന്നു. ഇറാന്റെ വ്യാപകമായ ആക്രമണങ്ങളെ തുടർന്ന് യൂറോപ്പിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തുർക്കിയിലെ മുൻകൂർ മുന്നറിയിപ്പ് റഡാർ ജാഗ്രതയിലാണെന്ന് നാറ്റോയുടെ മുതിർന്ന കമാൻഡുകൾ പറഞ്ഞു. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ഇറാൻ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയേക്കാമെന്ന് ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ആക്രമണങ്ങൾ മുന്നോട്ടും പിന്നോട്ടും തുടരുന്നതിനാൽ ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയാത്ത നിരവധി സംഭവങ്ങളും വിശദാംശങ്ങളുമുണ്ട്. അതിനാൽ നമുക്ക് അല്പം സൂം ഔട്ട് ചെയ്യാം. Imminent threats from the Iranian regime. Its menacing activities directly endanger the United States, our troops, our bases overseas, and our allies throughout the world. കൂടുതൽ വീഡിയോസിനും കഥകൾക്കും ലേഖനങ്ങൾക്കും ഈ പേജ് ഫോളോ ചെയ്താലും. നിങ്ങളുടെ സഹോദരൻ ജെറി പൂവക്കാല.